കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പോ അതോ പഴയ എ ഗ്രൂപ്പോ? ടി സിദ്ദിഖ്, ചാണ്ടി ഉമ്മൻ, മാത്യു കുഴൽനാടൻ, സജീവ് ജോസഫ്, ഡീൻ കുര്യാക്കോസ്, ഇത്രയും MLA മാർ ഒന്നിച്ച് ഒരു ടീമായി നിൽക്കുന്നു. ഇവരെല്ലാം ചാണ്ടി ഉമ്മന് അഭിവാദ്യം അർപ്പിച്ച് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുന്നു. എന്താണ് കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിലമ്പൂര് കോൺഗ്രസിന്റെ ഒരു പുതിയ വഴിത്തിരിവായി മാറും. സമയം കളയാതെ ഞങ്ങൾ വീണ്ടും കേരള വീടുകളിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കട്ടെ. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തീക്ഷ്ണമായ വർക്ക് ഭവന സന്ദർശനം, അത് ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ നടത്തിയതായ ഒരു MLA ആണ് പുതുപ്പള്ളിയുടെ ജനപ്രിയ നായകൻ പ്രിയപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മൻ. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം വീട്ടിൽ പോയപ്പോൾ എനിക്ക് ചുമതലയുള്ള മൂത്തേടം പഞ്ചായത്തിൽ അദ്ദേഹം വന്നിരുന്നു. പല പഞ്ചായത്തിലെയും അദ്ദേഹം പോയിട്ടുണ്ട്. എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, മൂത്തേടം പഞ്ചായത്തിലെ 3 വാർഡുകളിൽ ചാണ്ടി ഉമ്മൻ ഞങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ഓടിയെത്തി. ചാണ്ടിയുടെ കൂടെ ഞങ്ങൾ ഭവന സന്ദർശനം നടത്തി, കോളനികൾ, മറ്റുള്ള വീടുകളൊക്കെ. ആ സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടി സാറിനെ കാണുന്നത് പോലെ തന്നെ ജനം ആശ്ലേഷിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ശ്രദ്ധാപൂർവം അവരൊക്കെ കേൾക്കുകയും പ്രോമിസ് നൽകിയാണ് ശ്രീ ചാണ്ടിമോനെ യാത്ര അയച്ചത്. അയാളതൊരു വലിയതായിരിക്കുന്ന ഒരു ധർമ്മമാണ് ഈ വലിയ തെരഞ്ഞെടുപ്പിൽ. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന നിലമ്പൂരിന്റെ പ്രിയപ്പെട്ട നായകനെ വിജയിപ്പിക്കാനുള്ള ഈ വലിയ പോരാട്ടം ഏറ്റവും മനോഹരമായി നിർമ്മിക്കാൻ എല്ലാവരും കഠിനാധ്വാനം ചെയ്തു. ആ കഠിനാധ്വാനത്തിൽ മുൻപന്തിയിൽ നിന്നതിൽ ഒരാളാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സാരൻ. പ്രിയപ്പെട്ട KPCCയുടെ പ്രിയപ്പെട്ട സജീവ് ജോസഫ്, പ്രിയപ്പെട്ട KPCCയുടെ ജനറൽ സെക്രട്ടറി, എന്റെ ചേട്ടൻ, പ്രിയപ്പെട്ട ചേട്ടൻ, നമ്മൾ ഇത് ചാണ്ടി ഉമ്മനാണെന്ന് ആര് പറഞ്ഞു? ഇത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ പൈതൃകമാണ് ചാണ്ടി ഉമ്മൻ. കേരളമെമ്പാടും ഇത്ര കഠിനാധ്വാനിയായ ഒരു നേതാവിനെ, യുവ നേതാവിനെ കേരളം കാണുന്നില്ല. എത്ര കഠിനാധ്വാനത്തോടു കൂടിയാണ് ഈ നിയോജക മണ്ഡലത്തിലെ ഓരോ വീടും ഓരോ പ്രവർത്തകനെയും തേടിയെത്തി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ വേണ്ടി ചാണ്ടി പരിശ്രമിച്ചത്. അതുകൊണ്ട് ഉമ്മൻ ചാണ്ടി ജീവിച്ചിരിക്കുന്നു എന്ന് ചാണ്ടി ഉമ്മനെ കാണുമ്പോഴും പ്രവർത്തനം കാണുമ്പോഴും പ്രിയപ്പെട്ടവരെ, നിലമ്പൂരിനും മലയോര മേഖലയ്ക്കും ഏറ്റവും കൂടുതൽ വികസനം സമ്മാനിച്ചത് നമ്മുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ സ്മരണാഞ്ജലി അർപ്പിക്കുന്ന, ആ സ്മരണയ്ക്ക് മുന്നിൽ ആദരവ് അർപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിധി. ശ്രീ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും ഈ സമീപ പഞ്ചായത്തുകളിൽ ശ്രീ മാത്യു കുഴൽനാടൻ, സിദ്ദിഖ്, ശ്രീ പഴകുളമറ്റു, ഞങ്ങൾ എല്ലാവരും ജനസമ്പർക്ക പരിപാടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ആവേശം പകരും. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് UDF വിജയത്തിലേക്ക് കുതിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ. ചാണ്ടി പറയുകയാണ്, ഇനി ലൈവ് നിർത്താൻ നമുക്ക് വീട്ടിലോട്ട് പോകുന്നു. ഒരു വാക്ക് വൈശാഖ് പറയുന്നു. പ്രിയപ്പെട്ട വൈശാഖ് ഒരു വാക്ക് പറയും. ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ബാപ്പുട്ടിക്ക നിലമ്പൂരിന്റെ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും, ഒരു സംശയവുമില്ല. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. രാവിലെ തന്നെ 19-ന് രാവിലെ തന്നെ എല്ലാവരും വോട്ട് ചെയ്യുക. ആര്യാടൻ ഷൗക്കത്ത് UDF. ഒരു വാക്ക് പറയോ? അവരില്ലാതെ എന്ത് മുന്നണി പൂർണ്ണതയാ. അങ്ങോട്ട് വരാം. നമുക്ക് നീങ്ങാം, മൂവ് ചെയ്യാം. നിലമ്പൂരിലെ പ്രചാരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ ടി സിദ്ദിഖ്, സജീവ് ജോസഫ്, മാത്യു കുഴൽനാടൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയ കോൺഗ്രസിന്റെ MLA-മാരും MP-യും ഒക്കെ ചാണ്ടി ഉമ്മനെ പുകഴ്ത്തിക്കൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റുകൾ ഇടുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? കേരളത്തിൽ കോൺഗ്രസിൽ പുതിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. പുതിയ ഗ്രൂപ്പോ അതോ പഴയ എ ഗ്രൂപ്പോ? വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. കേരളത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ വളരെ തീഷ്ണതയോടുകൂടിയാണ്
രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്, എന്താണ് മാറ്റം സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ചാണ്ടി ഉമ്മനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ചാണ്ടി ഉമ്മന് ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണ് കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്ന ആ വലിയ മാറ്റം കേരളത്തിലെ കോൺഗ്രസ്സുകാരും മലയാളികളും ചർച്ച ചെയ്യാൻ പോകുന്നു. നിലമ്പൂരിൽ ഉണ്ടാകുന്ന വലിയ വിജയം കോൺഗ്രസിന്റെ ഒരു വഴിത്തിരിവ് തന്നെ ആകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.